ഹണി റോസിന്റെ പരാതിയിൽ ബോച്ചയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റിനെ ന്യായീകരിച്ച് കുറേ പേര് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ അറസ്റ്റ് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിക്കുന്ന കുറേ പേരുണ്ട്. എന്തായാലും നമുക്കൊരിക്കലും ബോച്ചയുടെ അറസ്റ്റിനെ നമുക്ക് ന്യായീകരിച്ച് മതിയാവും. വേറൊന്നും കൊണ്ടല്ല, പബ്ലിക്കിൽ ഒരു സെലിബ്രിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ആയിക്കോട്ടെ, പബ്ലിക്കിൽ അവരെ മോശമായി ചിത്രീകരിച്ചത് അതൊരിക്കലും അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല, ആർക്കാണെങ്കിലും കഴിയില്ല. കാരണം ബോച്ചയുടെ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് അല്ല കടയുടെ ഉദ്ഘാടനത്തിന് പോയ ആളാണ് ഹണി റോസ്. ഹണി റോസിനെ അവിടെ വെച്ചാണ്, അല്ലെങ്കിൽ ഒരു ഉദ്ഘാടന വേദിയിൽ വെച്ചാണ് ഹണി റോസിനെ ദ്വയാർത്ഥ രീതിയിൽ ഹണി റോസിനെ അഭിസംബോധന ചെയ്യുന്നത്. അത് പക്ഷേ അന്ന് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് അന്ന് ഹണി റോസ് പരാതി കൊടുത്തില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഹണി റോസ് അന്ന് അത്രയും സീരിയസ് ആയിട്ട് എടുത്ത് കാണത്തില്ല. പക്ഷേ സോഷ്യൽ മീഡിയ ഇത് ഭയങ്കരമായി ഏറ്റെടുത്തു. ഈ പ്രയോഗങ്ങൾ ഏറ്റെടുത്ത് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത് എനിക്ക് തോന്നുന്നു അതിനുശേഷം ഉണ്ടായ പല കമൻറ്റുകളും, ഇത് വെച്ചുള്ള പല കമൻറ്റുകളും, ബോച്ചയുടെ ഈ ഡയലോഗ് വെച്ചുള്ള പല കമൻറ്റുകളും അവരെ മാനസികമായി നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവരിപ്പോൾ കേസിന് പോയത്. അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ ഇനി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇനിയും ആരും നിർത്തുന്നില്ല. ഇത് പിന്നെയും ഹണി റോസിന്റെ പോസ്റ്റിന് താഴെയും ഹണി റോസിന്റെ വീഡിയോയ്ക്ക് താഴെയും എല്ലാം ഇങ്ങനെയുള്ള കമന്റുകൾ വരുമ്പോൾ ഒരു പരിധിയുണ്ട് എല്ലാവർക്കും സഹിക്കുന്നതിന്. ആ സഹി കെട്ടപ്പോഴായിരിക്കാം പരാതിയുമായിട്ട് മുന്നോട്ട് പോയത്. അപ്പോൾ പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്, നിങ്ങൾ വേഷവിധാനം, ഹണി റോസിന്റെ വേഷവിധാനത്തെ പറ്റി സംസാരിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും ആ വേഷവിധാനത്തെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്, ഇഷ്ടപ്പെടാത്ത കുറച്ച് പേരുണ്ട്. ഇഷ്ടപ്പെടുന്നവർ അത് കാണുകയും അത് ആസ്വദിക്കുകയും അല്ലെങ്കിൽ അതിനെ കമന്റ് ഇടുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്, നല്ല രീതിയിൽ കമന്റ് ഇടുന്നവരുണ്ട്. ഇഷ്ടപ്പെടാത്തവർ അത് കാണുന്നില്ല എന്ന് വെച്ച് മാറിയേക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് വേറൊരു കൂട്ടരുണ്ട്. അവരെ ഇങ്ങനെയുള്ള ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഉദ്ഘാടനത്തിന് പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഡ്രസ്സുകളും വിട്ടിങ്ങനെ പോകുന്നത് കാണുമ്പോൾ അതിന് താഴെ പോയിട്ട് മാന്യമായ കമന്റ് അല്ലാത്ത കമന്റുകൾ, അവരെ മോശമായി ചിത്രീകരിക്കുന്ന കമന്റുകൾ, ആ കമന്റുകൾ ഇടുന്നവർക്കെതിരെയും ഹണി റോസ് കേസ് കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ ഒരു മാർക്കറ്റിംഗ് ആണ്. അവര് നമുക്ക് എല്ലാവർക്കും അറിയാം, ഹണി റോസ് ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് ഹണി റോസിന്റെ ഗ്ലാമർ കൊണ്ട് മാത്രമാണ്. ഒരു സിനിമാ നടിയാണ്, ഒരു സെലിബ്രിറ്റിയാണ്, അവർ ഗ്ലാമറാണ്. ആ ഗ്ലാമർ ഉള്ളത് കൊണ്ട് അവരെ എല്ലാവരും ഉദ്ഘാടനത്തിന് വിളിക്കുന്നു. അതുപോലെ ഈ ഉദ്ഘാടനത്തിന് പോകുമ്പം ഇവരെ കാണാൻ വേണ്ടി ജനങ്ങൾ തടിച്ചു കൂടുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അങ്ങനെ ഹണി റോസിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ആ ഇഷ്ടപ്പെടുന്നവരാണല്ലോ അവർക്ക് ലൈക്ക് അടിക്കുന്ന, അവരുടെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ വ്യൂ വരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇഷ്ടപ്പെടാത്തവർ ഒരു വിഭാഗം ഉണ്ടെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷെ ഇത് രണ്ടിലും പെടാത്ത വിഭാഗമുണ്ട്. എന്നുവെച്ചാൽ ഇങ്ങനെയുള്ളവർക്ക് പോയിട്ട് ഈ ഞരമ്പ് രോഗികളെന്ന് പറയും, താഴെ പോയിട്ട് കമന്റ് ഇടും അവരുടെ ബോഡിയെക്കുറിച്ചും അല്ല അവരുടെ ആരുടെ ആയിക്കോട്ടെ ആരുടെ ശരീരത്തെക്കുറിച്ചൊക്കെ വർണ്ണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ സമൂഹത്തിന്റെ മുന്നിൽ അവരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അവർക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു സ്ത്രീയെയും അവമാനിക്കപ്പെടാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ എന്താണെന്ന് വെച്ചാൽ, ഈ വേഷവിധാനത്തെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വേഷവിധാനം ചേരുന്നതാണോ ചേരാത്തതാണോ അതൊന്നും നമ്മളിവിടെ പറയാൻ ബാധ്യസ്ഥരല്ല. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട വേഷങ്ങളാണ് അവരിടുന്നത്, അവരവർക്ക് ഇഷ്ടപ്പെട്ട വേഷങ്ങളാണ് അവരവരിടുന്നത്. അത് പബ്ലിക്കിലേക്ക് പോകുമ്പോൾ അത് കാണാൻ ഇഷ്ടമുള്ളവർ കാണുക, അല്ലാത്തവർ കാണണ്ട. നിങ്ങൾ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് കിടന്നുകൊണ്ട് അവരെ ഹരാസ് ചെയ്യാനും? ഈ ആരും ആയിക്കോട്ടെ, ഇപ്പൊ ഹണി റോസ് എന്നല്ല, ഒരുപാട് നടികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ പോയിട്ട് ചുമ്മാ താഴെ പോയിട്ട് ഈ വൾഗർ കമന്റ് ഇടേണ്ട വല്ല ആവശ്യമുണ്ടോ? കാണേണ്ടവർ കാണുക, അല്ലാത്തവർ കാണണ്ടെന്നേ. നിങ്ങൾ അവരെ ഇഷ്ടപ്പെടണ്ട, അതോടെ സംഭവം കഴിഞ്ഞു. എന്തായാലും ഈ വേഷവിധാനത്തെ പറ്റി ഇപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയൊന്നുമല്ല കേട്ടോ. വേഷവിധാനം ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ട് വിഭാഗങ്ങളുണ്ടല്ലോ, ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട്. ആയിക്കോട്ടെ, അതെന്തും ആയിക്കോട്ടെ. ബോച്ച ഇത് പലരോടും, ഒരാളോട് മാത്രമല്ല പലരോടും, നമുക്ക് പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വീഡിയോസുകളിലെല്ലാം നമുക്കറിയാം ദ്വയാർത്ഥ രീതിയിൽ, ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നത്. അത് പബ്ലിക്കിലാണ്, വീഡിയോയുടെ മുന്നിലാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം, ഒരു ഏത്തക്കാപ്പം ചോദിക്കാൻ പോയ ആ കഥ, അതുപോലെ ഒരു കൊച്ചുകുട്ടിയെ ബൈക്കിന് പുറകിൽ വെച്ചുകൊണ്ട് പോയപ്പോൾ പറഞ്ഞത് ആ ഡയലോഗ്. അപ്പൊ ഇതെല്ലാം ഒരു ഡബിൾ മീനിങ്ങിലാണ് ഏറ്റവും കൂടുതൽ പുള്ളി സംസാരിക്കുന്നത്. തനിക്ക് പണമുണ്ട്, താൻ വലിയ സെലിബ്രിറ്റി ആണ് എന്ന് ബോച്ചയും വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ബോച്ചയ്ക്ക് കാശുണ്ട്, ഇട്ടുമൂടാൻ പറ്റിയ സ്വത്തും അതുപോലെ പണമുള്ള ആളാണ്. കുറച്ചൊക്കെ മാന്യതയാവാം. ഇങ്ങനെയുള്ള ആൾക്കാരോട് അവരെ വെറും പുച്ഛിക്കുന്ന രീതിയിൽ അവരെ വിളിച്ചു വരുത്തിയാൽ, ഒരു ഉദ്ഘാടനത്തിന് പൈസ കൊടുത്താണ് അവർ വരുന്നത്, ഇല്ലെന്ന് പറയുന്നില്ല. അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. ഇവര് ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ അവര് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അവർ പൈസ വാങ്ങിക്കുന്നു. പൈസ വാങ്ങിച്ചിട്ട് അവർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് അവരെ മൊത്തമായിട്ട് വാങ്ങിച്ച രീതിയിലൊന്നും അല്ല അവരുടെ പെരുമാറേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും എത്രയോ പേര് ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട്, അവരോടൊക്കെ എങ്ങനെയാണോ സംസാരിക്കുന്നത്? പല ഉദ്ഘാടന വേദികളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ബോച്ചയെ പോകുന്ന എല്ലായിടത്തും പലരെയും ഇങ്ങനെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബോച്ചയെ നമുക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല, ഫുള്ളായിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാനൊന്നും ഒരിക്കലും പറ്റില്ല. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വേഷവിധാനത്തിന്റെ കാര്യം ഹണി റോസിന്റെ അത് നമുക്ക് മൊത്തമായിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അത് അവരവരുടെ ഇഷ്ടമാണ്. അത് കാണുന്നവർ കാണുക, ഇല്ലാത്തവർ കാണണ്ട. നിങ്ങൾ എന്തിനാണ് ഈ കമന്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ പോകുന്നവർക്ക് ഈ പറഞ്ഞ മൂന്നാമതൊരു വിഭാഗമുണ്ട്, ഈ ഞരമ്പ് രോഗികൾ. അവർ ഈ കമന്റ് ഇട്ട് അവരെ സമൂഹത്തിന് മുന്നിൽ മോശമായി ചിത്രീകരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഞാൻ പറയാൻ വന്നത്, ഹണി റോസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഇന്നൊരാൾ എന്നെ പിന്തുടർന്ന് എന്നെ ഇങ്ങനെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു, ഞാൻ അതൊക്കെ കേസ് കൊടുക്കാൻ, ഞാൻ അല്ലെങ്കിൽ അതിനെതിരെ ഞാൻ പ്രതികരിക്കും എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് ബോച്ചെ പറഞ്ഞൊരു മറുപടി ഉണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. അല്ല, അതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ നടീനെ പറഞ്ഞോളൂ, വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ. പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട്ലി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചൊടുക്കുകയാണ്. അവര് ഒരു സ്ത്രീയാണ്, അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല. ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും, ബോച്ചെ അവിടെ ഹണി റോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ, ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ചത്, എങ്ങനെ കിട്ടോ, എത്ര, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നെസ്സും ഇല്ല. എനിക്ക് എന്റേതായ ഫ്രണ്ട്സ്, എന്റേതായ ഒരു മേഖലയുണ്ട്. അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു, അവർക്ക് അവരുടേതായ റെമ്യൂണറേഷൻ കൊടുക്കുന്നു. മാത്രമല്ല അങ്ങനെ ഒരു ചിന്തയുണ്ട്, ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ്, എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നുള്ള പോലെ ഒരു ചിന്ത, അതൊക്കെ തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ. അവർക്ക് അവരുടേതായ മാന്യതയും കാര്യങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ പ്രൊഫഷനുണ്ട്, അവരുടേതായ വരുമാനമുണ്ട്, കാര്യങ്ങളുണ്ട്. അല്ലാതെ ഈ വക പരിപാടിയായിട്ട് നടക്കാന്നൊരു എപ്പോഴെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്റെ അറിവില് ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല, തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കുന്തി ദേവിയാവും ഉദ്ദേശിച്ചത്. ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട്, കഥയും കാര്യങ്ങളും വ്യക്തിത്വമൊക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു. പിന്നെ എന്താ പറയാ, ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ, അക്ഷരങ്ങളൊന്നും. അക്ഷരം നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങളൊക്കെ അല്ലേ വാക്യത്തിൽ പ്രയോഗിക്കുക, അങ്ങനെ എഴുതുക, അങ്ങനെ പിരിച്ചെഴുതുക, കൂട്ടി എഴുതുക, ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പൊ ഇതില് മോശമായി തമാശ പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. കുന്തി ദേവി എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, ശരിക്കും അങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം. അപ്പോ വാക്കുകൾ കണ്ടുപിടിച്ചത് ബോച്ചെ അല്ലെങ്കിലും ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് നമ്മളാണ്. അപ്പം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ, നമ്മൾ പറയുന്ന വാക്കുകൾ ശരിയാണോ അല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. സിനിമാ നടികൾ, ഞാൻ എവിടെയെങ്കിലും ഹോട്ടലിൽ താമസിച്ചു കഴിഞ്ഞാൽ ഇന്ന ആളുടെ കൂടെ ആണോ അല്ലെങ്കിൽ ഇന്ന ആൾ താമസിച്ച ഹോട്ടലാണ് താമസിക്കുന്നത്, അതുപോലെ ഇങ്ങനെ കിട്ടുമോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത്. അങ്ങനെയുള്ള കൂട്ടുകാരായിരിക്കാം കൂടുതൽ, അങ്ങനെ പലരും ചോദിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ലെവലിലുള്ള കൂട്ടുകാരായിരിക്കും ബോച്ചയുടെ ഒക്കെ. അങ്ങനെ ചോദിക്കുന്നവരാണല്ലോ ഏറ്റവും കൂടുതൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്നാണ് ബോച്ചെ പറയുന്നത്. അപ്പോൾ ബോച്ചയുടെ ഏകദേശം കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി കാണാം, അങ്ങനെയുള്ളവരായിരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ, അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഒന്ന് പബ്ലിക്കിൽ പറയാൻ കൊള്ളത്തില്ല. അതുപോലെ ആദ്യം പറഞ്ഞ ആ ഒരു ഡയലോഗ്, നടിയെന്നല്ലേ ഞാൻ പറഞ്ഞതെന്നുള്ള പറഞ്ഞ ആ ഡയലോഗ്, ഇതൊക്കെ ഒരു പബ്ലിക്കിൽ മോശമാക്കാൻ വേണ്ടി മാത്രം ചെയ്ത പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഈ ഒരു അറസ്റ്റിനെ, എന്തായാലും ഇങ്ങനെ ഒരു അറസ്റ്റ് ആവശ്യമായിരുന്നു. എനിക്ക് പണമുണ്ട്, ഇതുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തും കാണിക്കാം, ഞാൻ എന്തും പറയും, ഞാൻ എന്തും ചെയ്യും എന്നുള്ളവർക്ക് ഉള്ള ഒരു താക്കീത് തന്നെയാണിത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണുക, ഇഷ്ടമില്ലാത്തവർ കാണണ്ട. അവർ ഡ്രസ്സ് ഇട്ട് വരുമ്പം ആ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, അങ്ങനെ ആ ഡ്രസ്സിങ്ങിൽ അവരെ അങ്ങനെ മോശമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാതിരിക്കുക, അല്ലെങ്കിൽ കാണുന്നവർ കണ്ടിട്ട് മിണ്ടാതിരിക്കുക. അല്ലാതെ താഴെ പോയിട്ട് അവരെ മോശമാക്കുന്ന രീതിയിൽ ഒരുപാട് നടികളുടെ താഴെ വരുന്നുണ്ട്. ഇപ്പൊ ആ കമന്റുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പം വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഹണി റോസിന് കമന്റ് ഇട്ടവരുടെ ഇപ്പം നെട്ടോട്ടത്തിലാണ്. അതൊക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുക. ഒരുപാട് പേര് കുത്തിന്ന് ഡിലീറ്റ് ചെയ്യുന്ന പറയുന്നത് കേട്ടെ. കാരണം കുത്തിന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇപ്പം ഹണി റോസ് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആങ്ങളമാരുടെ വെള്ളമാണ്. അങ്ങോട്ട് ഭയങ്കര സപ്പോർട്ടാണ് ആങ്ങളമാർക്ക്. എന്തായാലും ഹണി റോസ് ചെയ്ത ഈ ഒരു പ്രവൃത്തി എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ. എന്താ എല്ലാവർക്കും ഒന്ന് പഠിക്കട്ടെ. എന്താ വെച്ചാൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ളവർ ഇവരൊന്നും ഉദ്ഘാടനത്തിന് വിളിക്കാതിരിക്കുക. ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുന്നുണ്ട് എന്നിപ്പം പലരും പറയുന്നുണ്ട്. ഇങ്ങനെ ഉദ്ഘാടനം വിളിച്ചത് കൊണ്ടല്ലേ അവരവിടെ വന്നത് കൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ. അപ്പൊ ഇനി കൂടുതലും ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസിനെ വിളിക്കാൻ പലരും മടിക്കും. എന്നുവെച്ചാൽ എന്തോ എപ്പോഴാണ് വന്ന് കയറി വീഴുന്നതെന്ന് അറിയത്തില്ലല്ലോ, പിടി വീഴുന്നതെന്ന്. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ ബോച്ചയുടെ കാര്യത്തിൽ
നമ്മൾ ബോച്ചയുടെ കാര്യം നമ്മൾ കണ്ടതാണ്. നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ബോച്ച ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നതും ഡബിൾ മീനിങ്ങിൽ പെരുമാറുന്നതും. അതുപോലെ ആ ഒരു പുച്ഛത്തിന്റെ രീതിയിൽ എന്നുവെച്ചാൽ പുള്ളിക്ക് എല്ലാം ഉണ്ട്, എല്ലാം അറിയാം എന്നുള്ള രീതിയിലും ബാക്കിയുള്ളവരെ ഒക്കെ ഒരു ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈസ കൊടുത്ത് ഉദ്ഘാടനത്തിന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് മൊത്തമായിട്ടേക്ക് വാങ്ങിക്കുമല്ലോ. അവർ ഉദ്ഘാടനത്തിന് വന്നു, അവരവരുടെ ഉദ്ഘാടനം നിർവഹിച്ചു പോവുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ അവരെ മറ്റുള്ള രീതിയിൽ ചിത്രീകരിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ബോച്ച അകത്ത് കിടക്കുന്നത്. ഇപ്പൊ ബോച്ച ഇപ്പൊ വെളിയിൽ വരത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബോച്ച വെളിയിൽ വരും, കേസ് എങ്ങനെ ആവുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ കേസ് എങ്ങനെ പോയ രീതിയിലേക്ക് മാറുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കേസ് വെറുതെ പോവാം, അല്ലെങ്കിൽ ശിക്ഷിക്കാം, എന്തും ആയിക്കോട്ടെ. പക്ഷെ എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഇങ്ങനെ ഒരു അറസ്റ്റ് അനിവാര്യമായിരുന്നു. അത് കൃത്യമായിട്ട് അത് നടക്കുകയും ചെയ്തു. ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ സെലിബ്രിറ്റീസിനെ ആരും ഉദ്ഘാടനത്തിന് വിളിക്കാതിരിക്കുക. കാരണം നിങ്ങൾക്കും ഇടയ്ക്കൊരു പണി വന്ന് വീഴാം. ഇങ്ങനെയുള്ള വായിലെ നാക്ക് നല്ലതല്ലെങ്കിൽ പണി വീഴും. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.